ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിഡിൽ ഈസ്റ്റ് അതുപോലെ തന്നെ അമേരിക്ക ഇന്ത്യ ട്രേഡ് നെഗോസിയേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇസ്രായേലിൻ്റെ ഉള്ളിലെ വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഖത്തറിൽ ഫ്യൂണറൽ, അതായത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് എലൈറ്റ് മെമ്പേഴ്സ്, ഹമാസ് എലൈറ്റ് മെമ്പേഴ്സിൻ്റെ ഫ്യൂണറൽ സെറമണി ഖത്തറിൽ നടന്നായിരുന്നു. അപ്പോൾ അതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന് ലെബനാൻ സൈഡിൽ ലീഡ് ചെയ്യുന്ന ഹമാസ് ലീഡറും, അതുപോലെ തന്നെ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി, അവർ രണ്ടുപേരുടെയും പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് വ്യക്തികളെയാണ് അവിടെ പ്രധാനമായിട്ട് കാണാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള സൗദി മീഡിയ പബ്ലിഷ് ചെയ്ത, അതായത് കൊല്ലപ്പെട്ടു എന്ന് പബ്ലിഷ് ചെയ്ത ഖലീൽ ഹയ, അതുപോലെ തന്നെ ഖാലിദ് മെഷാൽ, ഇതുപോലത്തെ ആൾക്കാരെ ഒന്നും അവിടെ കാണാനില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി അവരാണോ ഈ പെട്ടിക്കുള്ളിൽ ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. അത് ഖത്തറാണ് തുറന്ന് പറയേണ്ടത്. ഖത്തർ ഇതുവരെ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഫ്യൂണറൽ സെറമണി തകൃതിയായിട്ട് നടന്നു, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഞാൻ കാണിക്കുന്ന രണ്ട് പിക്ചറിലുള്ള ഈ പുതിയ രണ്ട് ലിസ്റ്റഡ് ആൾക്കാർ, ഇവർ ഓൾറെഡി തന്നെ മൊസാദിന്റെ ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. ഇവർ ഞങ്ങളുടെ ലിസ്റ്റിലുള്ള ആൾക്കാരാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മൊസാദ്. അപ്പോൾ ഇതാണ് വിഷയം നമ്പർ 1. ഇനിയിപ്പോൾ വിഷയം നമ്പർ 2 ഗാസയ്ക്കുള്ളിൽ വരികയാണ്. നേരെ ഗാസയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗാസയിൽ മാസീവായിട്ട് എയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ലീഫ്ലെറ്റുകൾ. അതായത് സെൻട്രൽ ഗാസ സിറ്റി, ആ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ഇതിന് മുമ്പ് തന്നെ നോട്ടീസ് ബൾക്കായിട്ട് എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫൂട്ടേജസ് ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് കാണിച്ചതാണ് നിങ്ങളടുത്ത്. അപ്പോൾ എന്തായാലും ഇത്രയും ലീഫ്ലെറ്റുകൾ എയർ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഒഴിഞ്ഞു പോയി. അപ്പം ഞാൻ കാണിക്കുന്ന ഫൂട്ടേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകാൻ ഒരുങ്ങുന്ന ആൾക്കാരെ ഈ ഹമാസിന്റെ ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പോരാളികൾ അവർ തടയാണെന്ന് പറഞ്ഞാൽ ഈ സിവിലിയൻസിനെ അവർ പോകണ്ടെന്നാണ് പറയുന്നത്. ഇവാക്വേഷൻ പാടില്ല എന്ന് തടയുകയാണ്. انت نصبت ولا ما نصبت؟ هذا القرشين هذا شيء. انت نصبت؟ انا 4 ايام اول واحد يطخ علي، وانا 16 يطخ علي. هاي نصبت الجاره كيف خمس دقائق. خليها هاي فرعون من الارض ان شاء الله قاعده تردش حدا. انا اول واحد نصبتها لي يا جماعه. انا اول واحد ساعه مين اللي بطردك؟ സിവിലിയൻസിനെ മറയാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടിലാണ് ഇപ്പോഴും ഹമാസ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മൊസാദ് ഒരു വീഡിയോ കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. ആ വീഡിയോ വേറെ ഒന്നുമല്ല, 9/11 എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. ഈ 9/11 നടത്തിയ ആളിനെ അമേരിക്ക കൃത്യമായിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും പൊക്കിയെടുത്ത് ഓൾറെഡി തന്നെ കടലിൽ താഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അന്ന് 9/11 അമേരിക്കയുടെ ഉള്ളിൽ ആക്രമണം നടത്തിയ ആ ഒരു മൊമെന്റിൽ പാലസ്തീന്റെ ഉള്ളിൽ നടത്തിയ ആഘോഷങ്ങളുടെ ഒരു ഫൂട്ടേജാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഓർമ്മപ്പെടുത്തലിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു 9/11 ഇന്നലെ കടന്നുപോയായിരുന്നു. അപ്പോൾ ഈ 9/11 എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ 9/11 ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും അമേരിക്കയുടെ ഉള്ളിൽ ചാർലി ക്രിക്ക് എന്ന് പറഞ്ഞ ട്രംപിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനെ, ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് അഥവാ പുള്ളിയുടെ ക്യാമ്പയിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിച്ചിരുന്ന ആ ഒരു പ്രവർത്തകനെ, ഒരു ഇവാഞ്ചലിസ്റ്റിനെ ഇല്ലാതാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ ചൊല്ലി ഇത് 9/11 ഓർമ്മപ്പെടുത്തലാണെന്നുള്ളത് ഓർത്തു വെക്കണം. അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് 9/11 മെസ്സേജ് ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനെ ചൊല്ലി അമേരിക്കയുടെ ഉള്ളിൽ രണ്ട് കൂട്ടർ തമ്മിൽ എന്ന് പറഞ്ഞാൽ അതായത് ഈ രണ്ട് കൂട്ടർ തമ്മിൽ അടി എന്ന് പറഞ്ഞാൽ ഒന്ന് പാലസ്തീനെ അനുകൂലിക്കുന്ന ആൾക്കാർ മുസ്ലിംസ്, മറ്റൊന്ന് ഇവാഞ്ചലിക്കൽ, അതായത് ഈ കൊല്ലപ്പെട്ട ചാർലി ക്രിക്കിനെ കണ്ടോളൻസ് രേഖപ്പെടുത്തിക്കൊണ്ട് വന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ വന്ന ആൾക്കാരെ എതിർത്തുകൊണ്ട് ഈ ഫ്രീ പാലസ്തീൻ മൂവ്മെന്റുകാർ അവിടെ രണ്ട് കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. ശരിക്കും പറഞ്ഞാൽ ഒരാളെ വധിച്ചെങ്കിൽ പിന്നെ മിണ്ടാതെ പൊക്കൂടെ, പിന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ അടി കൂടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ രണ്ട് കൂട്ടരും അമേരിക്കയിൽ പൊരിഞ്ഞ അടിയായിരുന്നു. ആ രംഗങ്ങളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 9/11 ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്പീച്ചാണ് നെതന്യാഹു കൊടുത്തത്. അത് ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ക്ലിപ്പാണ്. നിങ്ങൾ കാണുന്നത് വളരെ നന്നായിരിക്കും. കാരണം അതിൽ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ട്. അതായത് 9/11 റിസംബിൾ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതിനെ തുടർന്ന് നടത്തിയ ഓപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു, അപ്പോൾ ഇസ്രായേൽ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ആ ഒരു തീവ്രവാദ സംഘങ്ങളെ നേരിടുന്നത്, ഇതെല്ലാം തന്നെ പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ട് 1 മിനിറ്റിൽ. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഒരു ഇല്ലുസ്ട്രേഷൻ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഇല്ലുസ്ട്രേഷൻ വീഡിയോ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതായത് സെൻട്രൽ ഗാസ സിറ്റിക്കുള്ളിൽ ഹൈ റൈസ് ബിൽഡിംഗ്, ഏറ്റവും വലിയൊരു ടവർ ഉണ്ടായിരുന്നു. ഹമാസ് ടവർ തന്നെയാണ് പൊതുവിൽ അത് അറിയപ്പെടുന്നത്, ഗാസ ടവർ. അപ്പോൾ ആ ടവറിനെ ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ നിലം പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
എന്തുകൊണ്ടാണ് അതിനെ അടിച്ചിട്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ വീഡിയോ കൃത്യമായി പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ടോപ്പിൽ ഹൈ ക്വാളിറ്റി ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് 4 സൈഡിലായിട്ട്. 4 അതിലധികം ക്യാമറാസ് ഉണ്ടെന്നാണ് IDF പറയുന്നത്. ഈ ക്യാമറ ശരിക്കും സർവൈലൻസിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഹൈ റൈസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഗാസയിൽ ചുറ്റാകെ ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ അതൊരു ഇന്റലിജൻസ് യൂണിറ്റ് ആയിട്ടാണ് ആ ബിൽഡിംഗ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിന്റെ ഡിഫറെന്റ് ഫ്ലോറുകളിൽ ഒരു 10 നില താഴെ, പിന്നെ ഒരു 6 നില താഴെ, അങ്ങനെ താഴോട്ടായിട്ട് ഇവർ പല സെക്യൂരിറ്റി മെഷേഴ്സ് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു ആവറേജ് ലെവലിൽ ഇവർ മിസൈലുമായിട്ട് ആൾക്കാരെ നിർത്തി വെച്ചിട്ടുണ്ട്. ഈ തോളത്ത് വെച്ചിട്ട് വിടുന്ന മിസൈൽ ഉണ്ടല്ലോ, ആ മിസൈലുകളുമായിട്ട് ആൾക്കാരെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ത്രെട്ട് വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ ഭാഗത്തിനാണ് അറ്റാക്ക് ചെയ്യുന്ന ഭാഗത്തിനാണ് അവർ ആൾക്കാരെ അവിടെ നിർത്തി വെച്ചിരിക്കുന്നത്. ഇനി ഈ ബിൽഡിംഗ് ഒരു കമാൻഡ് സെന്റർ ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ആ ബിൽഡിങ്ങിന്റെ താഴെ കൂടെ ടണലിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ കൃത്യമായിട്ട് എത്ര ബിൽഡിങ്ങുകളാണ് അവിടെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഗാസയിൽ ശരിക്കും തുരിതരാ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ അടിച്ചിടുകയാണെന്നുള്ളത്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഇമേജ്, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ റെഡ് കളറിൽ കാണിക്കുന്ന അത്രയും ബിൽഡിങ്ങുകളും ഈ ടണലുമായിട്ട് കണക്റ്റഡ് ആണ്. അത് ശരിക്കും ഓരോ ബിൽഡിങ്ങുകളും ഇവർ അടിച്ചിട്ടതാണ്. ഇതിൽ മിക്ക ബിൽഡിങ്ങുകളും ഇസ്രായേൽ അടിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് ശരിക്കും ഈ ഇല്ലുസ്ട്രേഷനിൽ ഈ ഒരു ഇമേജ് കാണിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ഇതെല്ലാം തന്നെ ടണലിലൂടെ കണക്റ്റഡ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലുള്ള ഒരു ക്ലിയർ കട്ട് വീഡിയോ ഇസ്രായേൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗാസയിലെ ഇവാക്യുവേഷൻ പ്ലാൻ ആണ്. ഈ ഇവാക്യുവേഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗാസ ഭാഗത്ത്, ആ നോർത്തേൺ ഗാസ ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ആൾക്കാരെയും സദൻ ഗാസയിലേക്ക് പുഷ് ചെയ്യാണ്. അതാണ് ഈ ഒരു ആരോ മാർക്ക് കാണിക്കുന്നത്, യെല്ലോ ആരോ മാർക്ക് ഇല്ലേ. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആവർത്തിച്ച് പറഞ്ഞിരുന്നത്, കംപ്ലീറ്റ് ആൾക്കാരും സൗത്ത് സൈഡിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഹ്യൂമാനിറ്റേറിയൻ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഈ മാപ്പിൽ കാണിക്കുന്ന നിങ്ങൾ നോക്കിക്കോ. ഈ ഹ്യൂമാനിറ്റേറിയൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ് ആ ഒരു റഫ ബോർഡറോട് ചേർന്ന് സദൻ റീജിയനിലേക്ക് മാറിയിരിക്കുകയാണ്. കംപ്ലീറ്റ് സൗത്ത് ഗാസ ഭാഗത്താണ് ഇപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ്റെ ആ ഒരു വർക്ക് ഏരിയ മൊത്തം സെറ്റ് ആക്കിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും കുറച്ചുകൂടെ ആൾക്കാർ വെളിയിലേക്ക് തള്ളപ്പെടും. അത് ഈജിപ്തുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ പുറത്ത്, ഫിലഡൽഫി കോറിഡോറിന്റെ പുറത്തായിട്ട് കുറച്ച് സ്ഥലം ഒക്കുപ്പൈ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ എയ്ഡ് കൊടുക്കുന്ന എയ്ഡ് വിതരണ കേന്ദ്രങ്ങൾ കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റും. ഇതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് 8 ലക്ഷം ആൾക്കാരുടെ ഇവാക്യുവേഷൻ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗാസയ്ക്കുള്ളിൽ. ഇന്നും 300 ട്രക്കുകൾ ഗാസയ്ക്കുള്ളിൽ എയ്ഡ് സർവീസ് നടത്തിയിട്ടുണ്ട്. ഇതാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അമേരിക്ക നെഗോസിയേഷൻ ചർച്ചയുമായിട്ട് കാര്യങ്ങൾ തകൃതിയായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു വിഷയം നമുക്ക് ഇതിനകത്ത് പറഞ്ഞു പോകേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൈന SCO മീറ്റിംഗ് കഴിഞ്ഞ പാടെ വലിയ രീതിയിൽ മിലിറ്ററി പരേഡ് നടത്തി. അതിൽ ഒരു വെപ്പൺ ഭയങ്കരമായിട്ട് ശ്രദ്ധ പിടിച്ച് പറ്റിയിരുന്നു, ഒരു ലേസർ വെപ്പൺ. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ പ്രശസ്ത മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ എടുത്തു വെച്ചിട്ട് ചൈന ഭയങ്കരമാണ്, ആനയാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയെ കണ്ട് ഇന്ത്യ വരണ്ടിരിക്കുകയാണ്. കാരണം ചൈനയുടെ ആയുധങ്ങൾ, ശരിക്കും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഈ ആയുധങ്ങൾ കണ്ടിട്ട് അതിൽ പാർട്ടിസിപ്പേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പേടിച്ച് ഇന്ത്യയിലേക്ക് വന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ആൾക്കാർ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. വരണ്ട് പോയി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ വാർത്ത വന്നിരിക്കുന്നത്, ഈ ചൈനയുടെ ഇതേ ലേസർ വെപ്പൺ നിങ്ങൾ ഈ ഫോട്ടോയിൽ ഞാൻ കൃത്യമായിട്ട് കാണിക്കാം. ഈ ലേസർ വെപ്പൺ സൗദി അറേബ്യയിൽ ഡെസേർട്ടിൽ പരീക്ഷിച്ചപ്പോഴത്തേക്കും പരാജയപ്പെട്ടു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അട്ടർ ഫെയിലിയർ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചൈന പലതും കാണിക്കും, അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ചൈന ഡ്യൂപ്ലിക്കേറ്റിന്റെ രാജാക്കന്മാരാണ്. അപ്പോൾ അത്ര ഡ്യൂപ്ലിക്കേറ്റിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ചൈന. അപ്പോൾ അവരുടെ ആയുധങ്ങളൊക്കെ 2 ദിവസം അതിനെ പ്രശംസിച്ചുകൊണ്ട് വീഡിയോ ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവർ വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്ന ആ ഒരു മിസൈലില്ലേ, ആ ആണവായുധം വഹിച്ചുകൊണ്ട് 10000 കിലോമീറ്റർ സറൗണ്ടിങ്ങിലുള്ള ഏരിയ കവർ ചെയ്യുന്ന മിസൈൽ ഉണ്ടല്ലോ, അതൊക്കെ ഇനി എന്താണെന്ന് കണ്ടറിഞ്ഞാലേ പറ്റും. ജസ്റ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ വെറും പാട്ട മാത്രമാണോ ഇല്ലെങ്കിൽ ശരിക്കും ഇത് ആയുധമാണോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ആ രീതിയിലാണ് ചൈനയുടെ കാര്യങ്ങൾ. അത് ഈ വാർത്ത വായിച്ചപ്പം ഇത് തീർച്ചയായിട്ടും ഇത് കൂട്ടിച്ചേർക്കണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഈ വാർത്ത ഞാൻ എടുത്ത് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ അന്ന് തന്നെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ലേസർ ടെക്നോളജി ആയുധം തികച്ചും എക്സ്പെരിമെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതാണ്. അതും രാജസ്ഥാൻ ഡെസേർട്ടിൽ നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഇന്ത്യക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത് പറയുന്നത്. നമ്മൾ ഇന്ത്യ ഇനി അമേരിക്കയുമായിട്ട് പോയി ചേർന്ന് കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതായത് ഡിപ്ലോമസി എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ ഫോറിൻ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫോറിൻ പോളിസി എല്ലാം തന്നെ യുണീക്കാണ്, മൾട്ടിപോളറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചൈനയുമായിട്ട് നമ്മൾ ഈ ഒരു അവസരം ഉപയോഗിച്ച്, അതായത് അമേരിക്ക നമ്മളുമായിട്ട് ഇടഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചൈനയുമായിട്ട് ബന്ധം പുനഃസ്ഥാപിച്ചു. എന്നാൽ അതൊരു മ്യൂച്വലാണ്. മ്യൂച്വൽ മീൻസ് നമുക്കും അവർക്കും ഒരേപോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കമ്മിറ്റ്മെന്റിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് ചൈനയുമായിട്ട്. ചൈനയ്ക്ക് നമ്മുടെ മാർക്കറ്റ് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ എത്രമാത്രം അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് വെച്ചിരുന്നു, പല റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തി എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ചൈന കുറച്ചുകൂടെ ഇന്ത്യയോട് ഫ്ലെക്സിബിലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ചൈനയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ചൈനയ്ക്കും അമേരിക്കയുമായിട്ട് ചേർന്ന് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ ഇതാ വാങ് യി, ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് യി മാർക്കോ റൂബിയോയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ഇടയിലും 50-55% താരിഫ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതായത് ബ്രിക്സ് ഒരു സൈഡിലുണ്ടെങ്കിൽ അപ്പോൾ ബ്രിക്സിലുണ്ടായ തീരുമാനങ്ങളെല്ലാം തന്നെ അമിക്കബിളി എല്ലാവരും കൂടി ചേർന്ന് എടുത്തതാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായോ? ബ്രിക്സിൽ ഇന്ത്യ മാത്രമല്ല, പലരും പറയുന്നത് ഇന്ത്യ ബ്രിക്സിന് ഒരു ബാധ്യതയാവും. ഇന്ത്യ മാത്രമല്ല, ബ്രിക്സിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ബ്രിക്സിലുള്ള രാജ്യങ്ങളെല്ലാം ഇത് കൂടി ചേർന്ന് ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ചൈന മാറി നിൽക്കുക, റഷ്യ മാറി നിൽക്കുക, അങ്ങനെയൊന്നുമില്ല. ഇന്ത്യയും ബ്രസീലും ശക്തമായിട്ട് പിന്തുണച്ചു കഴിഞ്ഞാൽ ബ്രിക്സിൽ പല കാര്യങ്ങളും നടക്കും. മൾട്ടിപോളാർ ഡിപ്ലോമസി എന്ന് പറയുന്നതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, എല്ലാ രാജ്യങ്ങളുമായിട്ടും ഈക്വലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബിസിനസ് എവിടെ നടക്കുന്നു അവിടെ നമ്മൾ ബിസിനസ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രിക്സ് ആണ്, അല്ലെങ്കിൽ ഇത് അമേരിക്കൻ ചേരിയാണ്, വെസ്റ്റ് ആണ്, ഗ്ലോബൽ സൗത്ത് ആണ്, ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. എവിടെ നിന്നാണോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് ആ പ്രഷറിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെഷർമെന്റ്സ് എടുക്കും. അങ്ങനെ മെഷർമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പലതരം ടൂളുണ്ട്. ആ ടൂളിൽ ഒന്നാണ് ബ്രിക്സ്, ആ ടൂളിൽ ഒന്നാണ് ഗ്ലോബൽ സൗത്ത്, ആ ടൂളിൽ ഒന്നാണ് യൂറോപ്പുമായിട്ടുള്ള സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ചൈനയും നമ്മളുടെ ഒരു ടൂളിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ ചൈന എന്ന് പറഞ്ഞ ആ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അമേരിക്കയെ കൗണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വേണം ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ. അല്ല നമ്മൾ ചൈനയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. ഇന്ത്യയുടെ ഡിപ്ലോമസിയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പോൾ എന്തായാലും ഇന്ത്യൻ ടീമും അമേരിക്കയിൽ നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ അമേരിക്കയിൽ നിന്നൊരു ടീം ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ P-81 എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽപ്പെട്ട കാർഗോ ഷിപ്മെന്റ് നടത്താൻ പാകത്തിനുള്ള എയർക്രാഫ്റ്റ് ഒരു 6 എണ്ണം അമേരിക്കയിൽ ഓർഡർ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസ്കഷൻ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ട്രേഡ് നെഗോസിയേഷൻ, അവിടെ താരിഫ് നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നിർത്തിവെച്ച ഡിഫൻസ് എയർക്രാഫ്റ്റ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ആ ഡിസ്കഷൻസ് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇപ്പം അമേരിക്കയിൽ നിന്നും എല്ലാവർക്കും പ്രഷർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം യഥാർത്ഥത്തിൽ അമേരിക്കയെ നല്ല രീതിയിൽ പ്രഷർ ഇട്ടിരിക്കുകയാണ്. ഇപ്പം എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ ഷാങ്ഹായ് കോർപ്പറേഷനിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പങ്കെടുത്തത് അമേരിക്ക എന്ന് പറഞ്ഞ ഒറ്റ ആ ഒരു രാജ്യത്തിനെതിരെ അവരുടെ താരിഫ് നയം, ഫ്രീ ട്രേഡുമായിട്ട് ബന്ധം, അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല, വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിലേർപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ട്രംപിന്റെ താരിഫിനെതിരെ SCO മുന്നോട്ട് കൊണ്ടുപോയതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബ്രിക്സ് മുന്നോട്ട് കൊണ്ടുപോയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതേ രീതിയിൽ നിലപാടെടുത്തുകൊണ്ട് ഇപ്പൊ അമേരിക്ക ബാക്ക് ടു ദ ട്രാക്കിലാണ്. നെഗോസിയേഷൻ വിത്ത് ചൈന, നെഗോസിയേഷൻ വിത്ത് ഇന്ത്യ, നെഗോസിയേഷൻ വിത്ത് ബ്രസീൽ, ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ അമേരിക്കയ്ക്ക് കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ അമേരിക്ക എവിടെയെങ്കിലും ഇടയുന്നെങ്കിൽ വീണ്ടും ഇവരെല്ലാവരും കൂടെ ഒരുമിക്കും, വീണ്ടും പ്രഷർ ഇടും. ഇതാണ് ശരിക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.